ഹായ് കുഞ്ഞാവേ, ഹായ് പറഞ്ഞു. കുഞ്ഞാവേ ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞു. ഹലോ നിമിഷേ. ചിച്ചി ബാബ എങ്ങനെ പോണേ? ബാബ എങ്ങനെ പോണേ? ചിച്ചനെ കണ്ടോ ഞങ്ങള്? ചിച്ചനെ നോക്കാണോ പോണ്ടേ? അല്ല തീരുമാനമുണ്ടോ? എവിടേക്ക് പോവാം? തെന്മലയ്ക്കാണോ? ഭാഗത്തേക്ക് പോകുക. തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുക. അപ്പൊ തെന്മലയ്ക്ക് തന്നെ പോവാല്ലേ? അവരെന്നെ പറഞ്ഞു അല്ലേ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകോളാൻ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നല്ലൊരു ഓണം മൂടായതുകൊണ്ട് ആഘോഷത്തിന് കളറാകട്ടെ എന്ന് കരുതി തിരുവോണത്തിന്റെ പിറ്റേന്ന് അങ്ങനെ തെന്മല പിടിക്കാൻ തീരുമാനിച്ചു. കൂടെ ഞങ്ങളോടൊപ്പമുള്ളത് അളിയനും ഫാമിലിയുമാട്ടോ. ഇവിടുന്ന് 2 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. വൈഫിയുടെ വീട് ചെങ്ങന്നൂരായതുകൊണ്ട് തന്നെ യാത്ര കൊല്ലത്തേക്കാണ്. പിള്ളേര് ഫുൾ ഓണാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷങ്ങൾ. ഇങ്ങനെ ഒത്തൊരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ സന്തോഷമാണ്. നമ്മളൊക്കെ പരസ്പരം ചേർക്കപ്പെടുന്നത് ഇത്തരം യാത്രകളിലാണല്ലോ. പരസ്പരം ചേർത്ത് പിടിക്കുന്ന ഓർമ്മകൾ നിറയ്ക്കുന്ന യാത്രകൾ. ഇതൊരു ട്രാവൽ വ്ലോഗ് രീതിയിലുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഫാമിലി ട്രിപ്പാണ്. ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതിയായ തെന്മലയിലേക്കുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉച്ചയാകാറായപ്പോഴാ പുറത്ത് കറങ്ങിയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഇറങ്ങി തിരിച്ച്. പിള്ളേർക്കൊരു സന്തോഷമാവുമല്ലോ. അളിയനും ഓഫീസ് മീറ്റ് നടത്തിയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഫുഡ് അടിക്കാമെന്നുള്ള തീരുമാനത്തിൽ എങ്ങും നിർത്താതെ വിട്ടടിച്ചു. ഇടയ്ക്ക് പിള്ളേരാണെങ്കിൽ നല്ല ഉറക്കവുമായി. തെന്മല എക്കോ ടൂറിസം സെൻറ്ററിന് അടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. നമ്മൾ ആ റൂട്ട് പോകുമ്പോഴത്തേക്ക് റൂട്ടിൽ കാട് പോലെ കുറേ സമയമെടുത്ത് ഫുഡ് ഓർഡർ ചെയ്ത് എത്താൻ. ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ തന്നെ 3 മണിയാകാറായി. ഒട്ടും സമയം കളയാനില്ല.
ടൂറിസം ഇൻഫർമേഷൻ സെൻറ്ററിൽ നേരെ ചെന്ന് അഡ്വഞ്ചർ സോണും ലെഷർ സോണും തിരഞ്ഞെടുത്തു. ഒത്തിരി ഇടങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. സമയമില്ലാത്തതുകൊണ്ട് 2 എണ്ണത്തിൽ ഒതുക്കി. ഇവിടെ നിന്ന് തന്നെ എല്ലായിടത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഓരോ ഇടത്ത് ചെന്നിട്ട് ടിക്കറ്റ് എടുത്ത് സമയം കളയണ്ട. ഇവിടെ കൃത്യമായിട്ട് ടൂറിസം സ്പോട്ടുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള റൂട്ട് മാപ്പും ഉണ്ട്. ടിക്കറ്റ് എടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങളെ കാത്ത് ദ റിയൽ അഡ്വഞ്ചർ. എൻ്റെ പൊന്നു, 1.5 ട്വിസ്റ്റ്. ടാറ്റ നെക്സോൺ ഓണാകുന്നില്ല. ചേടാ, അത്ര ദൂരം ഇങ്ങ് ഓടിയെത്തിയപ്പോഴേക്കും വണ്ടി ഓഫ്. മൊത്തത്തിൽ ഓണം മൂഡ് മാറി മൂഡ് ഔട്ടായി പോയല്ലോ. ആണോ? ആ, വെറുതെ അല്ല. പാർക്ക് ലൈറ്റോ? അത് ഓണായിരുന്നു. തെന്മലയിൽ ഫോറസ്റ്റ് ജീവനക്കാർ പൊളിയാണ്. വർക്ക്ഷോപ്പുകാരനൊക്കെ അവർ വിളിച്ചു തന്നു കേട്ടോ. ബാറ്ററി ഡൗൺ ആയതാണ്. വീണ്ടും സമയം ഒത്തിരി പോയേ. പോസ്റ്റായി പോയി തോന്നല്ലേ. വണ്ടി എടുക്കാമെന്ന കണ്ടീഷനിലായപ്പോൾ അഡ്വഞ്ചർ സോണിൽ തന്നെ പോയി വരാൻ. കാണിക്കുക, മോൻ കാണിച്ചോ. മരത്തിന് മുകളിൽ കൂടിയുള്ള ഈ ഒരു സ്കൈ വാക്ക് അടിപൊളിയാണ്. അഡ്വഞ്ചർ സോൺ ആദ്യമേ വെൽക്കം ചെയ്യുന്ന കിടിലോൽക്കിടിലമായ സുന്ദരൻ ഒരു ആകാശപാത. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ യാത്രയാട്ടോ. മുതിർന്നവരെക്കാളും കൂടുതൽ കുട്ടികൾക്കായിട്ടാണ് പലതും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. റോക്ക് ക്ലൈംബിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. പാരാവതത്തിൻ്റെ ബോർഡ് മാത്രമേ കണ്ടുള്ളൂ. താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തേക്കാണ്. താഴേക്കുള്ള ഇറക്കം ഗംഭീരാണ്. പ്രകൃതിയുടെ ശീതീകരിച്ച കാനനപാത. കുട്ടികൾ ഭയങ്കര ത്രില്ലിലാണ്. പൊളിയാണ്. ഇറങ്ങിച്ചെല്ലുമ്പോൾ താഴെ കാത്തിരിക്കുന്നത് കൊച്ചു തടാകമാണ്. അതിലാണേൽ ബോട്ടിങ്ങും ഉണ്ട്.
തിരിച്ചു വലിച്ചോട്ടോ. തടാകക്കരയോട് ചേർന്ന് തന്നെ ഫിഷ് നീന്തി തുടിക്കുന്നത് പിള്ളേർക്കൊരു നേരം പോക്കായിട്ടോ. മുതിർന്ന കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം മക്കള് വലിഞ്ഞു കയറിയിട്ടോ. ഇളയവളാണെങ്കിൽ അവളെ കൊണ്ട് പറ്റുന്ന മരം ചാടിയിൽ ചാടി തകർത്തു. ഒരുപാട് അഡ്വഞ്ചർ ചെയ്യാതെ ഞങ്ങൾക്ക് മുമ്പിലുള്ളൊരു അഡ്വഞ്ചർ സോൺ ഉണ്ടല്ലോ, അതോർത്ത് പരിപാടിയൊക്കെ ആയിട്ട് നിർത്തി ഇനി അങ്ങോട്ട് പെട്ടെന്ന് വീട്ടിലെത്താനുള്ള വഴി നോക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് വണ്ടി തള്ളേണ്ടി വന്നു എങ്കിലും ഇനി എങ്ങും വണ്ടി നിർത്തേണ്ട എന്ന തീരുമാനത്തിൽ അങ്ങോട്ട് ചവിട്ടി വിട്ടു. പിന്നെ എങ്ങും നിർത്താതെയുള്ളൊരു ഓട്ടമായിരുന്നു. വണ്ടി അങ്ങനെ ഓഫ് ചെയ്യാതെ വഴിയിൽ കണ്ട ഒരു തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു കേട്ടോ. സ്ഥലങ്ങൾ കുറച്ചൊക്കെ മിസ്സായെങ്കിലും ഞങ്ങൾക്ക് അതൊക്കെ ഒരു കുറവല്ല കേട്ടോ. ഒരുമിച്ചുള്ള അതിസുന്ദര നിമിഷങ്ങളല്ലേ, നന്നായി എൻജോയ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ കൂളായിട്ട് എടുത്താൽ അതൊരു പ്രശ്നമേ അല്ലല്ലോ. ഇതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് അല്ലേ, കിടിലൻ ഒരു അഡ്വഞ്ചർ തന്നെ ആയിപ്പോയി എന്നുള്ളതാണ്. ഓണത്തിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് ഉള്ളത് പറഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് പണിക്കാരനെ പോലും കിട്ടില്ല. ഓണമൊക്കെ അല്ലേ, അവരൊക്കെ അടിച്ച് ഓഫായി കിടക്കുമായിരിക്കും. കിടിലൻ ഒരു യാത്ര. ഭാഗ്യത്തിന് ദൈവാനുഗ്രഹത്താൽ വഴി കിടക്കേണ്ടി വന്നില്ല. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് മറ്റൊരു സ്റ്റോറിയായിട്ട് വരാം.